ഹായ്, ഏവർക്കും പ്ലസ് ടു എക്സാമിനേഷൻ സ്പെഷ്യൽ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഈ വർഷം പ്ലസ് ടു മാത്തമാറ്റിക്സ് എക്സാമിനേഷന് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് ഇത്. എ പ്ലസ് പ്രതീക്ഷിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഓരോ ചാപ്റ്ററിലെയും മോസ്റ്റ് ഇമ്പോർട്ടന്റ് കീ പോയിന്റ്സും ഷുവർ ക്വസ്റ്റ്യൻസുമാണ് ഈ സീരീസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇന്ന് ഈ സീരീസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ചാപ്റ്റർ നമ്പർ 12 ലീനിയർ പ്രോഗ്രാമിംഗ്. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. ഒരൊറ്റ ക്വസ്റ്റ്യൻ മാത്രമാണ് എക്സാമിനേഷന് ചോദിക്കുന്നത്. അത് എസ്എ ക്വസ്റ്റ്യൻ ആയിരിക്കും, 6 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും. 2 ക്വസ്റ്റ്യൻ നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ പബ്ലിക് എക്സാമിനേഷന് ഈ ചാപ്റ്ററിൽ നിന്നുള്ള 6 മാർക്കും സ്കോർ ചെയ്യാൻ സാധിക്കും. ഒരു ഫോർമുല പോലും കാണാതെ പഠിക്കാതെ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ് ചാപ്റ്റർ നമ്പർ 12 ലീനിയർ പ്രോഗ്രാമിംഗ്. ഓൾറെഡി നേരത്തെ ഡിസ്കസ് ചെയ്ത കംപ്ലീറ്റ് ഷുവർ ക്വസ്റ്റ്യൻ സീരീസിന്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നൽകിയിട്ടുണ്ട്, നിങ്ങൾക്ക് അത് കാണാവുന്നതാണ്. സോ ടൈം വേസ്റ്റ് ചെയ്യുന്നില്ല. ലീനിയർ പ്രോഗ്രാമിംഗ് എന്ന ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 ക്വസ്റ്റ്യൻസ് ആണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ ഒന്ന് ചോദിക്കാനാണ് സാധ്യത. ക്വസ്റ്റ്യൻ നമ്പർ 1, solve the linear programming problem graphically. Maximize z equal to 4x plus y subject to the constraints x plus y less than or equal to 50, 3x plus y less than or equal to 90, x greater than or equal to 0, y greater than or equal to 0. നമുക്ക് ഈ ഫംഗ്ഷന്റെ മാക്സിമം വാല്യൂ കണ്ടെത്തണം സബ്ജക്ട് ടു ദീസ് കണ്ടീഷൻ. ഈ ഫംഗ്ഷനെ പറയുന്ന പേര് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ. The function which has to be maximized or minimized is called എന്താണ്? ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ. ഈ കണ്ടീഷൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കൺസ്ട്രെയിൻസ്. സോ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുമ്പോൾ ഈ ഫംഗ്ഷന്റെ മാക്സിമം വാല്യൂ എന്ത്? ഇത് കണ്ടെത്താനുള്ള മെത്തേഡ് എന്താണ്? ഗ്രാഫിക്കൽ മെത്തേഡ് ആണ്. അതിനെ കോർണർ പോയിന്റ് മെത്തേഡ് എന്നും നമ്മൾ സൂചിപ്പിക്കാറുണ്ട്. സോ വളരെ സിമ്പിൾ ആണ്. ആദ്യം ഈ ഇനിക്വാളിറ്റീസിന്റെ ഗ്രാഫ് നമുക്ക് വരയ്ക്കണം. അതിനുവേണ്ടി എക്സ് ആക്സിസ് വരയ്ക്കുക, വൈ ആക്സിസ് വരയ്ക്കുക, നിങ്ങൾക്കറിയാം. ഓക്കെ, ആദ്യം എന്ത് ചെയ്യുക? എക്സ് ആക്സിസ് വരയ്ക്കുക, ദെൻ വൈ ആക്സിസ് വരയ്ക്കുക. എന്നിട്ട് ഒന്നാമത്തെ ഇനിക്വാളിറ്റി എന്തായിരുന്നു? ഒന്നാമത്തെ ഇനിക്വാളിറ്റി എക്സ് പ്ലസ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 50. ഇത് ഈക്വൽ ടു ആക്കുക. എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 50. അപ്പോൾ അതൊരു സ്ട്രെയിറ്റ് ലൈൻ ആണ്. ആ സ്ട്രെയിറ്റ് ലൈനിന്റെ ഗ്രാഫ് വരയ്ക്കണം. അതിനുവേണ്ടി മിനിമം 2 പോയിന്റ് നമുക്ക് കണ്ടെത്തേണ്ടതുണ്ട്. ആദ്യം ഈ ഇനിക്വാളിറ്റിയുടെ സൊല്യൂഷൻ കാണുന്നതിന് വേണ്ടി ഈ ഇനിക്വാളിറ്റിയെ ഇക്വേഷൻ ആക്കുക. അപ്പോൾ അതൊരു ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷൻ ആണ്. അതിന്റെ ഗ്രാഫ് വരയ്ക്കുമ്പോൾ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ് കിട്ടുന്നത്. അത് വരയ്ക്കുന്നതിന് വേണ്ടി 2 വ്യത്യസ്ത പോയിന്റുകൾ കണ്ടെത്തണം. അതിനുവേണ്ടി എന്ത് ചെയ്യുക? എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 50 എന്ന് കൊടുക്കുക. ഓക്കെ, എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 50. എന്നിട്ട് എക്സ് കോർഡിനേറ്റ് വൈ കോർഡിനേറ്റ് കണ്ടെത്തണം. ആദ്യം എക്സിന് റാൻഡം ആയിട്ട് 0 എന്ന് കൊടുക്കുക. എക്സ് 0 ആകുമ്പോൾ വൈ ഈക്വൽ ടു എന്ത് കിട്ടും? 50. സിമിലർലി തിരിച്ച് വൈക്ക് 0 കൊടുക്കുക. അപ്പോൾ എക്സ് ഈക്വൽ ടു എന്ത് കിട്ടും? 50. അപ്പോൾ ഒരു പോയിന്റ് 0,50, മറ്റൊരു പോയിന്റ് എന്താണ്? 50,0. അത് പ്ലോട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് കണക്ട് ചെയ്യുമ്പോൾ ലൈനിന്റെ ഗ്രാഫ് കിട്ടും. അടുത്തതുപോലെ സെക്കൻഡ് ഇനിക്വാളിറ്റിയുടെയും സൊല്യൂഷൻ കണ്ടെത്തുന്നതിന് വേണ്ടി ഇത് ഇക്വേഷൻ ആക്കുക. 3x plus y ഈക്വൽ ടു 90. 3x plus y ഈക്വൽ 90. നേരത്തെ ചെയ്തതുപോലെ എക്സിന് 0 കൊടുക്കുക. അപ്പോൾ y ഈക്വൽ ടു എന്ത് കിട്ടും? 90. നെക്സ്റ്റ് വൈക്ക് 0 കൊടുക്കുക. y 0 ആകുമ്പോൾ 3x ഈക്വൽ ടു 90, x ഈക്വൽ ടു 90/3 ദാറ്റ് ഈസ് 30 എന്ന് കിട്ടും. അപ്പോൾ ഈ ഇത്രയും പോയിന്റ്സ് നമുക്ക് പ്ലോട്ട് ചെയ്യണം. അതിനുവേണ്ടി ഇവിടെ എന്തൊക്കെയുണ്ട്? 0 ഉണ്ട്, 50 ഉണ്ട്, 30 ഉണ്ട്, 90 ഉണ്ട്. അപ്പോൾ നമുക്ക് എക്സ് ആക്സിസ് വരയ്ക്കാം, വൈ ആക്സിസ് വരയ്ക്കാം. എക്സ് ആക്സിസിൽ യൂണിറ്റ് എങ്ങനെ എടുക്കാം? 1 സെന്റിമീറ്റർ 10 യൂണിറ്റ് ആയിട്ട് എടുക്കാം. അപ്പോൾ 1 സെന്റിമീറ്റർ 10, 20, 30, 40, 50, 60, 70 അങ്ങനെ 90 വരെ എഴുതുക. മേളിലോട്ടും 1 സെന്റിമീറ്റർ 10 യൂണിറ്റ് ആയിട്ട് എടുത്താൽ 10, 20, 30, 40 ഇങ്ങനെ എടുക്കാം. ഇനി ആദ്യത്തെ ലൈനിന്റെ ഗ്രാഫ് വരയ്ക്കണം. അപ്പോൾ ഇത് എന്താണ്? ഒരു പോയിന്റ് 0,50. 0,50. എക്സ് വാല്യൂ 0, വൈ വാല്യൂ 50. ഇതാ ഇവിടെ ഇൻറ്റു ഇടുക. നെക്സ്റ്റ് പോയിന്റ് എന്താണ്? 50,0. എക്സ് 50, വൈ 0. എക്സ് ആക്സിസിൽ 50 ഇവിടെ, വൈ വാല്യൂ 0 ആണല്ലോ. അപ്പൊ ഈ പോയിന്റ് തന്നെയാണ് എക്സ് ഈക്വൽ ടു 50, വൈ ഈക്വൽ ടു 0. അപ്പൊ എക്സ് ആക്സിസിൽ 50, വൈ വാല്യൂ 0. അപ്പൊ ഇൻറ്റു ഇട്ടു. ഈ പോയിന്റും ഈ പോയിന്റ് തമ്മിൽ കണക്ട് ചെയ്യുക. കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഒരു ലൈൻ കിട്ടും. ഇത് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 50 എന്ന് പറയുന്ന ലൈനിന്റെ ഇക്വേഷൻ ആണ്. നമുക്ക് കാണേണ്ടത് എക്സ് പ്ലസ് വൈ എന്തായിരുന്നു? ആദ്യത്തെ ഇനിക്വാളിറ്റി എക്സ് പ്ലസ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 50 എന്ന ഇനിക്വാളിറ്റിയുടെ സൊല്യൂഷൻ.
എക്സ് പ്ലസ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 50 എന്ന ഇനിക്വാളിറ്റിയുടെ സൊല്യൂഷൻ ഈ ലൈനിന്റെ ഒന്നുകിൽ ലോവർ പോർഷൻ ആയിരിക്കും അല്ലെങ്കിൽ ഇതിന്റെ അപ്പർ പോർഷൻ ആയിരിക്കും. എന്താണ് എക്സ് പ്ലസ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 50 എന്ന് പറയുന്ന ലൈനിന്റെ സൊല്യൂഷൻ എന്ന ഇനിക്വാളിറ്റിയുടെ സൊല്യൂഷൻ ഈ ലൈനിന്റെ ഒന്നുകിൽ ലോവർ പോർഷൻ അല്ലെങ്കിൽ അപ്പർ പോർഷൻ. ഇത് ചെക്ക് ചെയ്യുന്ന കണ്ടീഷൻ ഉണ്ട്. എക്സ് പ്ലസ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 50 ആണല്ലേ, നമ്മൾ താഴോട്ടാണെന്ന് അസ്യൂം ചെയ്യുക. എന്നിട്ട് താഴെയുള്ള ഏതെങ്കിലും ഒരു പോയിന്റ് എടുത്ത് ഇനിക്വാളിറ്റി കൊടുക്കുമ്പോൾ അത് സാറ്റിസ്ഫൈ ചെയ്താൽ താഴോട്ടാണെന്ന് മനസ്സിലാക്കാം. അപ്പൊ താഴോട്ടുള്ള ഒരു പോയിന്റ് ആണ് ഏത്? ഒറിജിൻ 0 0. അപ്പൊ അതിന്റെ സൊല്യൂഷൻ താഴോട്ടെന്ന് അസ്യൂം ചെയ്യുന്നു. അപ്പൊ 0 0 താഴെയുള്ള ഒരു പോയിന്റ് ആണ്, അത് ഇനിക്വാളിറ്റി കൊടുക്കുക. എക്സിന് 0 വൈക്ക് 0. അപ്പൊ എന്ത് കിട്ടി? 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 50. ആ ഇനിക്വാളിറ്റി ശരിയാണ്, 50-നേക്കാളും ചെറുതാണ് 0. അപ്പൊ കറക്റ്റ് ആണ്. അപ്പോൾ നമ്മൾ അസ്യൂം ചെയ്തത് കറക്റ്റ് ആണ്. സൊല്യൂഷൻ എങ്ങോട്ടാണ്? താഴോട്ടാണ്. അത് കാണിക്കാൻ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് സൂചിപ്പിച്ചാൽ മതി. ഇനി മറ്റൊരു എളുപ്പവഴിയുണ്ട്. എക്സ് പ്ലസ് വൈ എന്തായിരുന്നു ഇനിക്വാളിറ്റി? ലെസ് ദാൻ ഓർ ഈക്വൽ ടു. ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറയുമ്പോൾ അത് 0 ഇരിക്കുന്ന ഭാഗത്തേക്കായിരിക്കും എന്ന് നമുക്ക് ഒരു ഊഹിച്ച് എഴുതാൻ സാധിക്കും. അങ്ങനെ ഗസ് ചെയ്താലും കുഴപ്പമില്ല. എക്സ് പ്ലസ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറയുമ്പോൾ 0യുടെ ഡയറക്ഷനിലേക്കായിരിക്കും സൊല്യൂഷൻ. അപ്പൊ താഴോട്ടാണെന്ന് അങ്ങനെയും ഗസ് ചെയ്യാം. ഇനി രണ്ടാമത്തെ ഇനിക്വാളിറ്റി വരയ്ക്കുന്നതിന് വേണ്ടി ഈ ഗ്രാഫ് വരയ്ക്കണം. അതിനുവേണ്ടി പോയിന്റ് x0 y90, x0 y വാല്യൂ 90 ഇൻറ്റു ഇട്ടു. അടുത്തെന്താണ്? x30 y0, എക്സ് ആക്സിസിൽ 30 y വാല്യൂ 0. എന്നിട്ട് ഇവ തമ്മിൽ കണക്ട് ചെയ്യുമ്പോൾ മറ്റൊരു ലൈൻ കിട്ടും. അത് 3x പ്ലസ് വൈ ഈക്വൽ ടു 90 എന്ന് പറയുന്ന ലൈനാണ് വരച്ചത്. നമുക്ക് കാണേണ്ടത് 3x പ്ലസ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 90 എന്ന ഇനിക്വാളിറ്റിയുടെ സൊല്യൂഷൻ. ഈ ഇനിക്വാളിറ്റിയുടെ സൊല്യൂഷൻ ഒന്നുകിൽ താഴോട്ട് അല്ലെങ്കിൽ മേളിലോട്ട്. ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആയതുകൊണ്ട് ഇതിന്റെ സൊല്യൂഷൻ എങ്ങോട്ടായിരിക്കും? താഴോട്ടായിരിക്കും. ഈ ഇനിക്വാളിറ്റിയുടെ സൊല്യൂഷനും എങ്ങോട്ടായിരിക്കും? താഴോട്ടായിരിക്കും. സംശയം ഉണ്ടെങ്കിൽ 0 0 നിങ്ങൾക്ക് കൊടുത്തു നോക്കാം. 0 0 കൊടുക്കുമ്പോൾ 0 0 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 90 ട്രൂ ആണ്. ഇനി നമുക്ക് വരയ്ക്കേണ്ടത് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 പറഞ്ഞാൽ എക്സിന്റെ വാല്യൂ ഈ പോസിറ്റീവ് ആണ്. വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 പറഞ്ഞാൽ വൈ വാല്യൂ പോസിറ്റീവ് ആണ്. അതായത് ഈ എല്ലാ കൺസ്ട്രെയിൻസും എല്ലാ ഇനിക്വാളിറ്റീസും സാറ്റിസ്ഫൈ ചെയ്യുന്ന റീജിയൻ ഓൾവേസ് ലൈസ് ഇൻ ദ ഫസ്റ്റ് ക്വാഡ്രന്റ്. അതായത് സൊല്യൂഷൻ ഫസ്റ്റ് ക്വാഡ്രന്റിലാണ് എന്ന് ഉറപ്പിക്കാം. എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന കണ്ടീഷൻ തന്നിട്ടുണ്ടെങ്കിൽ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 അതുപോലെ വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ അതിന്റെ സൊല്യൂഷൻ ഫസ്റ്റ് ക്വാഡ്രന്റിലായിരിക്കും. ഈ 4 ഇനിക്വാളിറ്റിയും സാറ്റിസ്ഫൈ ചെയ്യുന്ന കോമൺ റീജിയൻ കണ്ടെത്തണം, വിച്ച് ഈസ് കോൾഡ് സൊല്യൂഷൻ റീജിയൻ. എന്താണ് ഈ തന്നിട്ടുള്ള 4 ഇനിക്വാളിറ്റി അല്ലെ? അവസാനത്തെ 2 ഇനിക്വാളിറ്റി സൂചിപ്പിക്കുന്നത് സൊല്യൂഷൻ ഇൻ ദ ഫസ്റ്റ് ക്വാഡ്രന്റ്. ഈ ഇനിക്വാളിറ്റിയുടെ സൊല്യൂഷൻ താഴോട്ട്, ഈ ഇനിക്വാളിറ്റിയുടെ സൊല്യൂഷൻ താഴോട്ട്. അപ്പൊ കോമൺ പോർഷൻ എന്താണ്? ഇവന്റെ സൊല്യൂഷൻ താഴോട്ട്, ഇവന്റെ സൊല്യൂഷൻ താഴോട്ട്. അപ്പൊ കോമൺ പോർഷൻ ഈ ഷെയ്ഡ് ചെയ്തിരിക്കുന്നതായിരിക്കും. ഇനി ഈ പോർഷൻ വരുമോ? ആ പോർഷൻ വരത്തില്ല. കാരണം എന്താണ്? ഈ ഇനിക്വാളിറ്റി ഇതിന് ഇപ്പുറത്തോട്ടല്ലേ വരുന്നുള്ളൂ. അപ്പൊ ഈ പോർഷൻ ഷെയ്ഡ് ചെയ്യാൻ സാധിക്കത്തില്ല. ഇനി ഈ പോർഷൻ ഷെയ്ഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. കാരണം ഈ ഇനിക്വാളിറ്റി താഴോട്ടാണ്. അപ്പൊ ഇവിടെയും വരത്തില്ല. അപ്പൊ കോമൺ പോർഷൻ എന്ന് പറയുന്നത് ഈ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന പോർഷൻ. അപ്പൊ ഷെയ്ഡഡ് പോർഷൻ ഈസ് ദ ഫീസിബിൾ റീജിയൻ. അതായത് ABCD ഈസ് ദ ഫീസിബിൾ റീജിയൻ എന്ന് എടുത്തെഴുതുക. ഇത്രയും എഴുതിയാൽ 3 മാർക്കായി. നെക്സ്റ്റ് റൈറ്റ് ദ കോർണർ പോയിന്റ്സ് എന്ന് ചോദിക്കാറുണ്ട്. എങ്കിൽ ഇവിടെ കോർണർ പോയിന്റ്സ് എന്തൊക്കെയാണ്? A, B, C ആൻഡ് D അല്ലെ? ഈ കോർണർ പോയിന്റ്സിലായിരിക്കും മാക്സിമം അല്ലെങ്കിൽ മിനിമം വാല്യൂ എക്സിസ്റ്റ് ചെയ്യുന്നത്. അതാണ് കോർണർ പോയിന്റ് മെത്തേഡ്. മാക്സിമം ഓർ മിനിമം വാല്യൂ എക്സിസ്റ്റ് ഇൻ ദ കോർണർ പോയിന്റ്. അപ്പോൾ ആദ്യം അറ്റ് എ എന്ന് പറയുന്ന പോയിന്റ് എന്താണ്? ഒറിജിൻ 0 0. ആ പോയിന്റിൽ ഒബ്ജക്റ്റീവ് ഫംഗ്ഷന്റെ വാല്യൂ കണ്ടെത്തണം. ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്താണ്? z ഈക്വൽ ടു 4x പ്ലസ് y. സോ എക്സിന് 0, വൈക്ക് 0 എടുത്താൽ z ഈക്വൽ ടു 0. അടുത്ത പോയിന്റ് അറ്റ് ബി എന്താണ്? എക്സ് വാല്യൂ 30, y വാല്യൂ 0. അപ്പൊ ബി എന്ന് പറയുന്നത് 30,0, z ഈക്വൽ ടു 4x പ്ലസ് y. എക്സിന് ഇവിടെ 30 കൊടുക്കുക. 4 × 30 120, മറ്റേത് 0 ആണല്ലോ, കിട്ടി. അടുത്തെന്താണ്? ഡി എന്ന് പറയുന്ന പോയിന്റ്, ആക്സിസിലുള്ള പോയിന്റ്. എക്സ് വാല്യൂ 0, കറസ്പോണ്ടിങ് ആയിട്ട് y വാല്യൂ 50. അപ്പൊ 0,50. ഡി എന്ന് പറയുന്നത് എന്താണ്? 0,50. z ഈക്വൽ ടു 4x പ്ലസ് y. എക്സിന് 0 കൊടുത്ത് y ഈക്വൽ ടു എന്ത് കിട്ടി? 50. നെക്സ്റ്റ് നമുക്ക് കണ്ടെത്തേണ്ടത് സി എന്ന് പറയുന്ന പോയിന്റ് എവിടെയാണ് ഗ്രാഫിൽ? തീർച്ചയായിട്ടും നമുക്ക് ഒരു അസംഷൻ ഗസ് ചെയ്യാം. ഇതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സ് വാല്യൂ എത്രയാണ്? 20. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സ് വാല്യൂ എത്രയാണ്? 30. അപ്പോൾ സി എന്ന് പറയുന്ന പോയിന്റ് 20,30. കറക്റ്റ് ആയിട്ട് സ്കെയിൽ വെച്ച് നമ്മൾ താഴോട്ട് പിടിക്കുമ്പോൾ 20 എക്സ് വാല്യൂ കിട്ടും, y വാല്യൂ എന്ത് കിട്ടും? 30. അല്ല എങ്കിൽ ഈ 2 ഇക്വേഷനും സോൾവ് ചെയ്യണം. എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 50, 3x പ്ലസ് വൈ ഈക്വൽ ടു 90 തമ്മിൽ സബ്ട്രാക്ട് ചെയ്ത് എക്സിന്റെ വൈയും വാല്യൂ കണ്ടെത്താം. അങ്ങനെ സോൾവ് ചെയ്താലും ഇത് തന്നെ കിട്ടും.
സോ നമുക്ക് ഇവിടെ കിട്ടിയ പോയിന്റ് എന്തായിരുന്നു? സി എന്ന് പറയുന്നത് 20,30. Z ഈക്വൽ ടു 4x പ്ലസ് വൈ. എക്സിന് 20 കൊടുത്താൽ 80, അടുത്ത വൈക്ക് 30, 80 പ്ലസ് 30 110. ഈ കിട്ടിയതിൽ മാക്സിമം വാല്യൂ എവിടെയാണ്? മാക്സിമം വാല്യൂ 120. സോ മാക്സിമം വാല്യൂ എന്താണ്? 120 അറ്റ് ബി ഈക്വൽ ടു. മാക്സിമം വാല്യൂ എവിടെയാണ് കിട്ടിയത്? ബി എന്ന് പറയുന്ന പോയിന്റിൽ 30,0 എന്ന പോയിന്റിലാണ് മാക്സിമം വാല്യൂ നമുക്ക് ലഭ്യമായത്. ഇനി ഇതിന്റെ മിനിമം വാല്യൂ ആണ് ചോദിച്ചെങ്കിൽ ഈ കിട്ടിയ മിനിമം വാല്യൂ എന്താണ്? 0. ഇത്രയേ ഉള്ളൂ. ഇവിടെ സോൾവ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അല്ലാതെ തന്നെ കറക്റ്റ് ആയിട്ട് വരയ്ക്കുകയാണെങ്കിൽ സ്കെയിൽ ഉപയോഗിച്ച് നമുക്ക് കറക്റ്റ് ആയിട്ട് ആ പോയിന്റ് കണ്ടെത്താൻ സാധിക്കും. സോ വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. മസ്റ്റ് ആയിട്ട് പഠിക്കുക. 6 മാർക്ക് മസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് സ്കോർ ചെയ്യാനും സാധിക്കും. സാമ്പിൾ ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൺസിഡർ ദ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം മിനിമൈസ് z ഈക്വൽ ടു -3x plus 4y subject to x plus 2y less than or equal to 8, 3x plus 2y less than or equal to 12, x greater than or equal to 0, y greater than or equal to 0. First part, draw its feasible region. ഈ inequalities satisfy ചെയ്യുന്ന region അതിനെയാണ് feasible region എന്ന് പറയുന്നത്. Then find the corner points of the feasible region. ഈ feasible regionന്റെ corner points എടുത്തെഴുതുക. Find the corner point at which z attain its minimum. മിനിമം വാല്യൂ ഏത് കോർണർ പോയിന്റിലാണെന്ന് അവസാനം എടുത്തെഴുതുക. ഇങ്ങനെയും ചോദിക്കാം. ഡയറക്റ്റ് ആയിട്ട് സോൾവ് ഗ്രാഫിക്കലി അങ്ങനെ ചോദിച്ചാൽ ഈ സ്റ്റെപ്പുകളെല്ലാം അതിനകത്ത് വരും. ഇവിടെ 1 by 1 ആയിട്ട് സ്റ്റെപ്പ് തന്നെ നൽകിയിട്ടുണ്ട്. അപ്പൊ ഇത് സോൾവ് ചെയ്യാൻ വേണ്ടി വീണ്ടും നേരത്തെ ചെയ്തതുപോലെ ആ ഇനിക്വാളിറ്റീസിന്റെ ഗ്രാഫ് വരയ്ക്കണം. അതിനുവേണ്ടി ആദ്യത്തെ ഇനിക്വാളിറ്റി എന്തായിരുന്നു? x plus 2y less than or equal to 8. അത് ഈക്വൽ ടു 8 എന്ന് കൊടുക്കുക. x plus 2y equal to 8 എന്നിട്ട് x ന് 0 കൊടുക്കുക. അപ്പൊ 2y equal to 8, y equal to 4. അടുത്ത വൈക്ക് 0 കൊടുക്കുക. അപ്പോൾ എക്സിന്റെ വാല്യൂ എന്ത് കിട്ടി? 8. സിമിലർലി അടുത്ത ഇനിക്വാളിറ്റി എന്താണ്? 3x plus 2y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 12. അത് ഈക്വൽ ടു 12 എന്ന് എഴുതുക. എന്നിട്ട് എക്സിന് 0 കൊടുക്കുമ്പോൾ 2y ഈക്വൽ ടു 12, y ഈക്വൽ ടു 6. അടുത്ത വൈക്ക് 0 കൊടുത്താൽ 3x ഈക്വൽ ടു 12, x ഈക്വൽ ടു 12/3 4 എന്ന് കിട്ടും. ഇനി ഈ പോയിന്റുകൾ പ്ലോട്ട് ചെയ്യണം. ഇവിടുത്തെ മിനിമം പോയിന്റ് 0, മാക്സിമം വാല്യൂ 8 ആണ്. അപ്പോൾ 1 സെന്റിമീറ്റർ ഒരു യൂണിറ്റ് ആയിട്ട് എടുത്താൽ മതി. എക്സ് ആക്സിസ് വരച്ചു, വൈ ആക്സിസ് വരച്ചു. 1 2 3 4 5 6 ഓരോ സെന്റിമീറ്റർ 1 2 3 എന്ന് വെച്ച് കൊടുക്കുക. മേളിലോട്ടും കൊടുക്കുക. ഇനി ആദ്യം ഗ്രാഫ് വരയ്ക്കുന്നതിന് വേണ്ടി ആദ്യത്തെ പോയിന്റ് എന്താണ്? x0 y വാല്യൂ 4. x0 കണ്ടോ? x0 y വാല്യൂ 4 ഇൻറ്റു 2. അടുത്ത പോയിന്റ് എന്താണ്? x8 y വാല്യൂ 0. എക്സ് ആക്സിസ് 8 ഇഞ്ഞി വന്നു, y വാല്യൂ 0. ഇവിടെ കണ്ടോ? ഇവിടെ ഇൻറ്റു ഇടുക. എന്നിട്ട് ഇവ തമ്മിൽ കണക്ട് ചെയ്യുമ്പോൾ x plus 2y equal to 8 എന്ന ഗ്രാഫ് കിട്ടി. ഇനി നമുക്ക് ഈ ഇനിക്വാളിറ്റി എന്തായിരുന്നു? x plus 2y less than or equal to ആണെങ്കിൽ സൊല്യൂഷൻ എങ്ങോട്ടായിരിക്കും? താഴോട്ടായിരിക്കും. അപ്പോൾ ഈ ഇനിക്വാളിറ്റി x plus 2y less than or equal to 8 അതിന്റെ സൊല്യൂഷൻ 0യുടെ ഭാഗത്തേക്കായിരിക്കും. അപ്പൊ താഴോട്ടെന്ന് പറയാം, അല്ലെങ്കിൽ നേരത്തെ പോലെ ചെക്ക് ചെയ്യാം. ഇനി അടുത്ത ഇനിക്വാളിറ്റിയുടെ സൊല്യൂഷൻ കാണുന്നതിന് വേണ്ടി രണ്ടാമത്തെ ലൈനിന്റെ ഗ്രാഫ് വരയ്ക്കണം. രണ്ടാമത്തെ ലൈനിന്റെ ഗ്രാഫ് വരയ്ക്കണമെങ്കിൽ x0 y 6, x0 y വാല്യൂ 6 ഇൻറ്റു 2. അടുത്തെന്താണ്? x4 y0, എക്സ് ആക്സിസിൽ 4 y വാല്യൂ 0. ഇതുമായിട്ട് കണക്ട് ചെയ്യുക. മറ്റൊരു ലൈൻ, അവിടെയും ഇനിക്വാളിറ്റി എന്ത് തന്നെയാണ്? ലെസ് ദാൻ ഓർ ഈക്വൽ ടു തന്നെയാണ്. സോ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആകുമ്പോൾ സൊല്യൂഷൻ എങ്ങോട്ടായിരിക്കും? 0 ഇരിക്കുന്ന ഭാഗത്തേക്ക് താഴോട്ട്. കണ്ടോ? താഴോട്ട് ഷെയ്ഡ് ചെയ്യുക. ഇനി എക്സ് പോസിറ്റീവ് വൈ പോസിറ്റീവ് ഇവിടെയും ഉണ്ട്. അപ്പോൾ സൊല്യൂഷൻ റീജിയൻ മസ്റ്റ് ബി ഇൻ ദ ഫസ്റ്റ് ക്വാഡ്രന്റ്. ഇനി ഈ 2 ഇനിക്വാളിറ്റിയും അല്ലെങ്കിൽ 4 ഇനിക്വാളിറ്റി കൂടെ സാറ്റിസ്ഫൈ ചെയ്യുന്ന റീജിയൻ ഈ ആദ്യത്തേതാണ് താഴോട്ട്, ഇതും താഴോട്ട്. അപ്പൊ എവിടെ വരും? ഈ പോർഷൻ വരും. സംശയമുണ്ടെങ്കിൽ നോക്കി നോക്ക്. ഈ പോർഷൻ ഈ ഗ്രാഫ് താഴോട്ട് വരുന്നുണ്ട്, ഇതും വരുന്നുണ്ട്. ഇനി ഈ പോർഷൻ വരുമോ? വരത്തില്ല. കാരണം ഈ ലൈൻ ഇപ്പുറത്തോട്ടല്ലേ. അപ്പൊ ഈ പോർഷൻ വരത്തില്ല. ഈ പോർഷൻ വരുമോ? വരത്തില്ല. കാരണം ഈ ലൈനിന്റെ ഗ്രാഫ് എന്താണ്? താഴോട്ട്. അപ്പൊ അതും വരത്തില്ല. സോ ഷെയ്ഡഡ് പോർഷൻ ഈസ് ദ ഫീസിബിൾ റീജിയൻ. വീണ്ടും ABCD ഈസ് ദ ഫീസിബിൾ റീജിയൻ. കോർണർ പോയിന്റ് A 0,0, B എന്ന് പറയുന്നത് എന്താണ്? x ആക്സിസ് 4 ആണ്. അപ്പൊ 4,0. അടുത്ത D എന്ന് പറയുന്നത് 0,4. അടുത്ത C എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ സ്കെച്ച് ചെയ്യുമ്പോൾ 2,3 എന്ന് കിട്ടും. C എന്ന് പറയുന്നത് എന്താണ്? 2,3. എക്സ് വാല്യൂ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ പഠിക്കാൻ പറ്റും. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് y വാല്യൂ എന്താണ്? 3. ഇനി ഓരോ പോയിന്റിലും ഒബ്ജക്റ്റീവ് ഫംഗ്ഷന്റെ വാല്യൂ കണ്ടെത്തണം. അറ്റ് A 0,0 z എന്ന് പറയുന്നത് -3x plus 4y. എക്സിനും വൈക്കും 0 എടുത്താൽ 0. അടുത്ത 4,0 z -3 ഇൻറ്റു എക്സിന് 4 ആണ്, വൈക്ക് 0. അപ്പൊ -12. അടുത്ത അറ്റ് D 0,4 എക്സിന് 0 വൈക്ക് 4. ഇവിടെ എക്സിന് 0 വൈക്ക് 4. അപ്പൊ 16 എന്ന് കിട്ടും. C 2,3 അപ്പൊ എക്സിന് എന്താണ് കൊടുക്കേണ്ടത്? 2. അപ്പൊ -6 എന്ന് കിട്ടും. അടുത്തത് വൈക്ക് 3 ആണ്. അപ്പൊ 4 × 3 12. 12 - 6 6.
ഈ കിട്ടിയതിൽ മിനിമം വാല്യൂ അതാണ് നമ്മുടെ മിനിമം വാല്യൂ എന്താണ് -12. സോ മിനിമം z ഈക്വൽ ടു -12 അറ്റ് ഏത് കോർണർ പോയിന്റിലാണ് കിട്ടിയേ ബി എന്ന് പറയുന്ന കോർണർ പോയിന്റ് 4,0 ഈ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലത്തിന്റെ മിനിമം വാല്യൂ. ഇനി ഇതേ ക്വസ്റ്റ്യൻ ഫൈൻഡ് മാക്സിമം വാല്യൂ ആണെങ്കിൽ എന്തായിരിക്കും ആൻസർ? മാക്സിമം വാല്യൂ ഈക്വൽ ടു 16 അറ്റ് ദ കോർണർ പോയിന്റ് ഡി 0,4. ഇത്തരത്തിൽ ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരിക്കും എസ് എ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്നത്. ഈസി ആയിട്ട് നിങ്ങൾക്ക് സ്കോർ ചെയ്യാം. പബ്ലിക്കിനും ഇത്തരത്തിലുള്ള സിമിലർ ആയിട്ടുള്ള ചിലപ്പോൾ ഇതേ ക്വസ്റ്റ്യൻ തന്നെ ചോദിക്കാൻ സാധ്യതയുണ്ട്. തീർച്ചയായും നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കട്ടെ. ജസ്റ്റ് ഒരു 15 മിനിറ്റ്സ് കൊണ്ട് നമുക്ക് നേടാം 6 മാർക്ക് നിങ്ങൾക്ക് നേടുവാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. പബ്ലിക് എക്സാമിനേഷൻ മികച്ച രീതിയിൽ എഴുതി മികച്ച വിജയം കണ്ടെത്താൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നെക്സ്റ്റ് ഡേ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. വെയിറ്റ് ഫോർ ദ നെക്സ്റ്റ് ക്ലാസ്. ടിൽ ദെൻ ബൈ ബൈ.